എങ്ങനെയാണ് ചുരുങ്ങിയ ചെലവിൽ വലിയ ആഭരണങ്ങൾ നമുക്ക് വെളുപ്പിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് പുതിയ വെള്ളിയുടെ നിറം. ഇത് പഴയത് കൊണ്ടുവന്നിരുന്നു. ഇത് എങ്ങനെ പോളിഷ് ചെയ്യാം അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ പാദസരങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വിളക്കുകൾ, പാത്രങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ തിരി കത്തിക്കുമ്പോൾ ഇങ്ങനെ നിറ വ്യത്യാസം ഉണ്ടാവും, ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ടാവും. അതെങ്ങനെ ചുരുങ്ങിയ ചെലവിൽ നമുക്കിത് കളർ എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഇനി പോളിഷ് ചെയ്യുന്നത് കാണിച്ചു തരാണ്. അതിന് മുന്നോടിയായിട്ട് ഇതാണ് നമ്മുടെ ഒരു സിൽവർ ടിപ്പ്. ഏറ്റവും എളുപ്പത്തിലും നല്ല ക്വാളിറ്റിയുള്ള ഒരു സിൽവർ ടിപ്പ് മോഡികെയറിൻ്റെ പ്രൊഡക്റ്റാണ്. അതിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതിലേക്ക് വെറുതെ ഒന്നിട്ടാം. അതിൻ്റെ നമ്മൾ ഒരു 2 മിനിറ്റോളം ഇതിൽ നമ്മൾ ആക്കിയതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ എന്താ വെച്ചാൽ ഇത് ചെറിയൊരു സ്മെല്ലും കെമിക്കലുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാമ്പു ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രില്ലോ എന്തെങ്കിലും സോപ്പ് ഷാമ്പു ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആക്കുക. അതിനാ ആ മണം പോകാനായിട്ട് മണം ആ കെമിക്കലുള്ളത് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ബ്രഷ് എടുത്തിട്ട് ബ്രഷ് ചെയ്യുക. അടുത്തേക്ക് എന്താ നമ്മുടെ ഫുജി ഏതുപോലെയാവും. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ വെച്ചത് ആ നിറത്തിലേക്ക് നമ്മൾ ഇഷ്ടം. അതുപോലെ പാത്രങ്ങൾ ഒക്കെ അതാണ് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ആ കെമിക്കൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതേനൊക്കെ കാണിച്ചത് ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ അതേ പുതിയ നിറത്തിൽ വെള്ളിയൊരു മണിയാണ്. അപ്പോൾ അത് തന്നെ അത് ഇത്രയും ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ആ കെമിക്കലിനാണ്. ഞാൻ ഇപ്പം നോക്കിയേ അതിന് നിറം എങ്ങനെ ഇട്ടിരുന്ന സാധനമാണത്. ഞാൻ എന്നിട്ടൊന്ന് ബ്രഷ് അടിക്കുക. ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ഒന്നും ബ്രഷ് അടിക്കുക. നമ്മൾ പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിലാണ് പോളിഷ് ചെയ്യാനുള്ളതെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ഈ സിൽവർ ടിപ്പിലൂടെ ചെയ്യാം. ഇത് കൊല്ലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം, കെമിക്കലി ചീത്താവില്ല. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് കൈ അതിനുശേഷം വാഷ് ചെയ്തോ. അപ്പോൾ നമുക്ക് 2 രൂപ 5 രൂപ ചിലവ് വരെയുള്ള ഒരു മാലയൊക്കെ പോളിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ 50 രൂപ മുതൽ 200 രൂപ വരെയാണ് ഒരു മാല പോളിഷ് ചെയ്യാനായിട്ട് മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാശ് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒത്തിരി മെത്തേഡുകൾ ഉണ്ട് കേട്ടോ പോളിഷ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ചെളി കയറി തീരിക്കും. ഇപ്പോൾ ഒരു തൊരടായാലും പാസിൽ നന്നായി ചെളി കയറിയ ആഭരണങ്ങളാണെങ്കിൽ അത് നമ്മൾ കാച്ചി, അതായത് കാച്ചതാണ് തീയിൽ ഗ്യാസിൽ ചൂടാക്കിയതിന് ശേഷം ലൈറ്റ് ഗ്യാസിലിട്ടിട്ട് വീണ്ടും അത് നമ്മൾ ഷാമ്പട്ട് വാഷ് ചെയ്യുക. അപ്പോൾ നല്ല പുതിയതുപോലെ തന്നെയാവും. ഇപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. വളരെ നന്ദിയുണ്ട്. കമൻറ്റ് ബോക്സിൽ വന്നു എങ്ങനെയാണ് AC മെത്തേഡിൽ പോളിഷ് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അത് ഉപകാരപ്പെട്ടതെന്ന് ചോദിച്ചാൽ ചെയ്തത്.